ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഇങ്ങനെ അടുത്തുവല്ലേ. എല്ലാവരും വീട്ടിൽ പുൽക്കൂട് തയ്യാറാക്കുന്നതിൻ്റെയും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൻ്റെയും തിരക്കിലായിരിക്കുമല്ലേ. ഇപ്പോൾ ഷോപ്പിലേക്ക് റെഡിമെയ്ഡ് പുൽക്കൂട്, അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് ക്രിസ്മസ് ട്രീ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പല പല വർണ്ണങ്ങളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക്, ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ക്രിസ്മസ് ട്രീ എങ്ങനെ തയ്യാറാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒടിഞ്ഞു കിടന്ന ഒരു മുരിങ്ങയുടെ കമ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൽ ആവശ്യമില്ലാത്ത ശാഖകളെല്ലാം വെട്ടി മാറ്റി അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ആ ടൈമിൽ വീഡിയോ എടുക്കുന്ന എൻ്റെ ചേട്ടനായിരുന്നു കൗണ്ടർ അടിച്ചുകൊണ്ടൊക്കെയാണ് നിന്നത്. നിങ്ങൾക്ക് ഞാൻ അതും കൂടെ പ്ലേ ചെയ്ത് തരാം. കൈകൊണ്ട് ഒടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കമ്പിനെ വെട്ടുകത്തി കൊണ്ട് വെട്ടി ഒടിക്കാൻ നോക്കുന്ന അതിസാഹസികമായ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ കൊണ്ട് ഓടിച്ചത് എന്ത് ചോദിച്ചാലും ഹാ ഈ അടിപൊളി എന്ന് മാത്രം പറഞ്ഞ് നിക്കറിടാതെ ഉറുമ്പിൻ്റെ കൂട്ടിക്കേറിയിരിക്കുന്ന കുട്ടുമയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ ടേബിൾ ഇട്ടതിന് ശേഷം ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വൃത്തിയാക്കിയെടുത്ത കമ്പിനെ ചെറിയ ചരട് ഉപയോഗിച്ചിട്ട് കെട്ടിയെടുത്തു. ഇനി ഈ കമ്പ് മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ പഴയ വേസ്റ്റ് പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനാണെങ്കിൽ വീട്ടിൽ നമ്മുടെ പാലുകാച്ചിന് കിട്ടിയ കുറേ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് മൊത്തത്തിൽ അതിൽ ഗ്രീൻ കളർ ആയിട്ട് വരുന്ന കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇതിൽ ചുറ്റി സെലോ ടേപ്പൊക്കെ വെച്ച് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. അതെല്ലാം ഒരു കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതെല്ലാം പുറത്തെടുത്തപ്പോൾ മോൻ ചെയ്ത പണിയാണ്. മൊത്തം എല്ലാം കവറിൽ നിന്ന് തട്ടി എല്ലാം എടുത്തു ആക്കിയിട്ടു. ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് വിചാരിച്ചു ആ കവറിൽ നിന്ന് ഓരോന്നായിട്ട് ഞാനും എന്തായാലും എടുക്കണം. ഇതിപ്പോൾ എനിക്കിപ്പോൾ എളുപ്പമായി. അവിടെ തന്നെ സിറ്റൗട്ടിൽ തന്നെ ഓരോന്ന് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ എടുത്താൽ മതിയല്ലോ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നില്ലേ, അതിൽ ഗ്രീൻ കളർ വന്നിട്ട് 5 എണ്ണം ഉണ്ടായിരുന്നു. വൈറ്റ് കൂടെ മിക്സ് ആയിട്ട് വരുന്നത് 2 എണ്ണമാണ് ഉണ്ടായിരുന്നത് കയ്യിൽ. ഞാനതപ്പം മൊത്തം എന്തായാലും ഇനി അടുത്ത് വാങ്ങിക്കാതെ ഉള്ളത് വെച്ച് തന്നെ എന്തായാലും ഫുള്ള് കവർ ചെയ്തെടുക്കുക എന്നുള്ള രീതിക്ക് അതിനെ ചെറുതായിട്ട് ചുറ്റി ഫുള്ളായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ എടുത്തു. ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഐഡിയയിൽ നമ്മുടെ തന്നെ ടൈമും എഫർട്ടും ഒക്കെ ഇട്ട് ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ ഉപയോഗിച്ച് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സീരിയൽ സെറ്റ്, ഈ സീരിയൽ സെറ്റ് പുതുതായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു സീരിയൽ സെറ്റ് ഇതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ വലിയൊരു പ്രകാശമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഒരു സീരിയൽ സെറ്റ് കൂടെ വാങ്ങിച്ചിട്ട് ഇതിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ നൈറ്റ് വ്യൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ക്രിസ്മസ് ട്രീ തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ മടിപിടിച്ചിരിക്കാതെ നമ്മുടെ വീട്ടിലുള്ളത്, ഇതിപ്പോൾ ഞാൻ കമ്പ് വെച്ചിട്ടാണ് ചെയ്തത്, അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്തുമസ് വേളയിൽ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എങ്ങനെയായി, ക്രിസ്മസ് അടിച്ചു വിളിക്കുകയല്ലേ?